അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഗുജറാത്തിലെ അംഗ്ലേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കുറച്ചും കൂടി കിലോമീറ്റർ അപ്പുറമാണ് ഇപ്പോൾ ഇർഷാദ് ഉള്ളത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 20 കിലോമീറ്ററേ ഇന്നലെ നടന്നിട്ടുള്ളൂ. അതിനുശേഷം വളരെ സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി അദ്ദേഹത്തെ കണ്ടു യാത്ര ചെയ്യുന്ന സമയത്ത് അവർ രണ്ടുപേരും ഒരുമിച്ച് പള്ളിയിലൊക്കെ പോയി. ഇർഷാദിൻ്റെ സന്തോഷത്തിൽ ഇർഷാദ് ഇങ്ങനെയുള്ള യാത്ര പോകുകയാണെന്ന് അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനുള്ള താമസ സൗകര്യം ഏർപ്പാട് ചെയ്തു കൊടുത്തു. അങ്ങനെ ഇർഷാദിനുള്ള താമസ സൗകര്യം അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ തന്നെ താമസം സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തിരിക്കുക. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് രാവിലെ സുബഹിസ്കാരത്തിന് ശേഷം ഇർഷാദ് യാത്ര തുടരും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതായാലും റാഹത്തിൽ എന്നാണ് പോകുന്നത്. ഹോട്ടലുകളിൽ താമസിക്കുന്നത്, പള്ളികളിൽ താമസിക്കുന്നത്, ചില ആൾക്കാരൊക്കെ അവരോടുള്ള ഇഷ്ടം കൊണ്ട് റാഹത്തായിട്ട് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് തന്നെ ചില സ്ഥലങ്ങളിൽ ഏർപ്പാട് ചെയ്തു കൊടുക്കുന്നു. ഏതായാലും ഇർഷാദിൻ്റെ യാത്രയിൽ റാഹത്ത് തന്നെയാണ്, അൽഹംദുലില്ലാഹ്, കുഴപ്പമൊന്നുമില്ല ഇർഷാദിൻ്റെ വർത്തമാനത്തിൽ. ഏതായാലും അള്ളാഹു ഈ ഒരു സന്തോഷം നിലനിർത്തി കൊടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇർഷാദിൻ്റെ ഈ എളിയ ആഗ്രഹം അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ, സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ എന്ന അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.